പ്രണയമെന്ന് പറയുന്നത് വാലന്റൈൻ എന്ന് പറയുന്ന പ്രണയദിനത്തിന് കാമുകിയോട് പ്രണയത്തിന്റെ കുടീരം പോലെ സമ്മാനങ്ങളെ കൈമാറിയിട്ട് ശരീരത്തിന്റെ പരസ്പരമുള്ള ആലിംഗനവും പരിക്രമണവുമാണ് പ്രണയമെന്ന് കരുതിപ്പോയ ആധുനിക തലമുറയോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകത്താദ്യമായി നിങ്ങൾ സ്നേഹിക്കേണ്ടതാരെയാ? വല്ലദീന ആമനൂ അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. നിങ്ങൾ ആദ്യമായി സ്നേഹിക്കേണ്ടത് സർവാധിപതിയായ സർവാധിരാധനായ നിനക്കെല്ലാം സംവിധാനിച്ചു തന്ന നിന്റെ പടച്ചിറപ്പിനെയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് ആരെക്കുറിച്ചാ? വല്ലദീന ആമനൂ അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. ഏകനായ അല്ലാഹുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞതുപോലെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു കാമുകിയുണ്ടെങ്കിൽ പ്രണയിനിയുണ്ടെങ്കിൽ പാതിരാത്രി മുഴുവനും ഉറക്കമളച്ച് ആ കാമുകിയുമായി ഫോണുകൾ തന്നെ കാതോട് ചേർത്ത് വെച്ചിട്ട് ആ കാമുകിയുമായി പ്രേമസല്ലാപം നടത്തുന്ന, രാവിലെ നേരം വെളുക്കുവോളം തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമുള്ള കാമുകിക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങൾ മാറ്റിവെക്കുന്ന കാമുകന്മാരാണോ നിങ്ങൾ? എന്നാൽ പാതിരാത്രിയിൽ നിങ്ങളുടെ സമയം മാറ്റിവെക്കേണ്ടതാർക്കാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചേർന്ന് കിടക്കുമ്പോഴും പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി പോലും അറിയാതെ പാതിരാത്രി എഴുന്നേറ്റ് വന്നിട്ട് പാതിരാവിന്റെ നിശബ്ദതയിൽ അംഗസ്നാനം ചെയ്ത് വുളൂ ചെയ്ത് മസ്ജിദ് നബവിയുടെ അകത്തളങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വന്ന് ആദ്യത്തെ റക്അത്തിന് കൈകെട്ടിയിട്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാ. ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിലെ ശയനമുറിയിലെ ഭാര്യയോട് ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ ലഹരിയതാ, ഹബീബായ നബി തങ്ങളുടെ പ്രണയമേതാ. പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ കാല് നീര് വെക്കുമ്പോഴും ഒന്നാമത്തെ റക്അത്തിന് സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ റക്അത്തിന് സൂറത്തു ആല ഇംറാൻ, രണ്ടേ റക്അത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ 3 ജുസുകളോളം മധുരോദാരമായി പാരായണം ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ ഹൃദയത്തിന് താൻ സ്നേഹിക്കുന്ന തന്റെ ഹൃദയത്തിന് അനുഭൂതിയായി, തന്റെ ഹൃദയത്തിന് അഭിലാഷമായി, തന്റെ ഹൃദയത്തിന് അഭിവാദ്യയായി പാതിരാവിലെ പടച്ചിറപ്പിന്റെ മുമ്പിൽ നമസ്കാരത്തിന് കൈകെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ റുകൂയിൽ പോയി ഫബക്കന്നബിയു, പ്രവാചകൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ പോയിട്ട് സുജൂദിൽ കിടന്നിട്ട് വാവിട്ട് കരയുകയാ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാ, പാതിരാവിലെ ഞാൻ എന്റെ ഉറക്കത്തിന് എഴുന്നേറ്റ് നടക്കുമ്പോ ശയനമുറിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്ന എന്റെ ഭർത്താവിനെ എന്റെ കിടപ്പറയിൽ കാണാതെ എവിടെ പോയെന്നുള്ള ആശങ്കയോടെ ഞാൻ പരതി നടക്കുമ്പോ ഞാനതാ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. ഏതാ ശബ്ദമെന്നറിയോ? ആരോ പാതിരാത്രിയിൽ പൊട്ടി പൊട്ടി കരയുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ പോയി നിൽക്കുമ്പോ സുജൂദിൽ കിടന്നിട്ട് എന്റെ ഹബീബായ നബി തങ്ങൾ പൊട്ടിക്കരയാ. ആ പ്രവാചകന്റെ കരച്ചിലിന്റെ ശബ്ദത്തെ കുറിച്ച് അവിടുത്തെ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നത് ചുട്ടുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിൽ തണുത്ത വെള്ളമൊഴിക്കുമ്പോ ഏത് ശബ്ദമാണോ പതപതച്ചു വരുന്നത് അതേ ശബ്ദത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാ. അവസാനം സലാം വീട്ടിയ പ്രവാചകന്റെ തോളിൽ പോയി ഞാൻ ശ്രദ്ധിച്ചിട്ട്, നബിയേ എന്തിനാണ് ഇതുവരെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പാതിരാവിന്റെ ശബ്ദതയിൽ നിന്ന് 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 അവിടുത്തെ നിസാരത്തിന്റെ പാദങ്ങളിൽ നീര് കെട്ടിയപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ
അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനാണ് ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് തന്റെ മുമ്പിൽ പരിഭവം പറയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ, പ്രവാചകൻ പറയുന്നു, നമുക്കാർക്കും മനസ്സിലാകാത്ത പ്രണയത്തിന്റെ പങ്കെടുക്കലുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു വികാരം കടന്നുകൂടിയാൽ ഒരു നിമിഷം പോലും അവന് മാറ്റാൻ കഴിയാത്ത ഒരു അനുരണത്തിന്റെ പ്രണയത്തിന്റെ വാക്കു പറയാ. ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശുകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടയോ ആയിഷ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പാതിരാവിന്റെ നിശബ്ദതയിൽ ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കം പോലും വരാത്ത രീതിയിൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹ് എന്ന ഒരു വികാരമുണ്ടല്ലോ, ആ പ്രണയമെന്ന വികാരമുണ്ടല്ലോ, അത് ഹൃദയത്തിലോട്ട് കിടന്നതിനാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല. പിന്നീട് ഇപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിലൊരു ചിന്തയാ, അല്ലാഹുവിനെ കാണാ. ഞാനൊന്ന് ചോദിക്കട്ടെ, വിശാലമായി പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല, സമയം വളരെയേറെ പരിമിതമാണ് സഹോദരങ്ങളെ. ഈ മംഗലാപുരത്ത് തൊട്ടടുത്ത് BC റോഡിലെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എവിടെയാ കഴിയുക? മഹാന്മാര് മുഴുവനും പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഏത് സമയത്തെന്റെ ഹൃദയത്തിലേക്ക് നിന്നെ കുറിച്ചിട്ടൊരു ഓർമ്മയുണ്ടായാൽ لذكراك حزته كمن تفضل الصفور بلاله القطر. പ്രണയഗായകന്മാര് പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഇട്ടത്തിന്റെ ഓർമ്മ എനിക്ക് വന്നാൽ, വല്ലാതെ മണനനഞ്ഞ ഒരു കുരുവിയെ നിന്റെ ചിറകിങ്ങനെ അടിക്കുമ്പോ ആ കുരുവിയുടെ ശരീരത്തിനൊരു രോമാഞ്ച പടന്നിറങ്ങുന്നത് പോലെ എന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹ് എന്നൊരു വികാരത്തിന്റെ, വിരായത്തിന്റെ, ദലാലിയത്തിന്റെ, കമാലിയത്തിന്റെ, ഇറാദത്തിന്റെ ആ ഒരു അനുഭൂതിയിലേക്ക് ഞാൻ ലയിച്ചു പോകുമ്പോ എന്റെ ഹൃദയം എന്റെ പടച്ചിറപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോ, അല്ലാഹുവേ, നീ അല്ലാതെ എന്റെ കണ്ണ് മുമ്പിലൊന്നും കാണാതിരിക്കുന്ന ഞാൻ സൂര്യന്റെ പ്രഭ കാണുമ്പോഴും അതിലെന്റെ റബ്ബാ, ചന്ദ്രന്റെ തൂലിമ കാണുമ്പോഴും അതിലെന്റെ റബ്ബാ, നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുമ്പോഴും അതിലെന്റെ റബ്ബാ, ഈ പുൽക്കൊടികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അതിനുള്ളിൽ എന്റെ റബ്ബാ, ഈ കുയിലുകളുടെ നാദം കേൾക്കുമ്പോഴും അതിലെന്റെ റബ്ബിന്റെ കുതിരത്താ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന, ഏത് സമയത്തും നിന്നിലേക്ക് അടുക്കാൻ കഴിയുന്ന അല്ലാഹ് എന്ന മഹിതമായ വികാരവുമായി പടച്ചിറപ്പുമായി സ്നേഹിച്ചാൽ, നിങ്ങളൊക്കെ വാലന്റൈനിൽ കാമുകിമാരുണ്ടല്ലോ, ചാറ്റിങ്ങിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന, ഫോണിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന, ഇതേവരെ കണ്ടിട്ടില്ലാത്ത കാമുകിയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഇപ്പൊ ഫേസ്ബുക്കിന്റെ സൗഹൃദമാണല്ലോ, എല്ലാം ഫേസ്ബുക്കിലൂടെയാണ് നടക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനുഷ്യൻ സ്വായത്തമാക്കുമ്പോ പ്രണയമെന്ന് പറയുന്നത്, പ്രണയമെന്ന ദിവ്യമായ മനുഷ്യാനുഭൂതിയുടെ മൂന്നക്ഷരത്തെ കാമമെന്ന് പറയുന്ന രണ്ടക്ഷരവുമായി ചേർത്ത് പെണ്ണിന്റെ പച്ചമാംസത്തിലേക്ക് പടർന്നു കയറാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിലൂടെ പട്ടാപ്പകലൊരു പെണ്ണിന് നടക്കാൻ കഴിയാത്ത പുരുഷാധിപത്യത്തിന്റെ മാംസ കച്ചവടത്തിലേക്ക് നടക്കുമ്പോ ഫേസ്ബുക്കിലൂടെ കാമുകിയെ പരിചയപ്പെടുന്ന കാലം പോയി. 3 മാസം മുമ്പ് ഫേസ്ബുക്കിലൂടെ നടന്നറിയോ, ഒരു രാജ്യത്ത് രാവിലെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന 8ഉം 8ഉം തിരിയാത്ത 13 വയസ്സുകാരിയെ 4 ചെറുപ്പക്കാര് തട്ടിക്കൊണ്ടുപോയി കുച്ചിക്കാട്ടിൽ കൊണ്ടുപോയി. ആ പാവപ്പെട്ട പെൺകുട്ടിയെ, അമ്മ പ്രസവിച്ച പെൺകുട്ടിയെ, ഉമ്മ മുത്തം കൊടുത്ത പെൺകുട്ടിയെ രാവിലെ പ്രിയപ്പെട്ട അമ്മ നെരുത്ത കെട്ടടത്തിന് സിന്ദൂരം തേച്ച് മുത്തം കൊടുത്ത് പറഞ്ഞു വിട്ട കൺമണിയെ കടന്നു പിടിച്ചു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി. ഓരോരുത്തരായി പാവപ്പെട്ട പെണ്ണിനെ മരത്തിൽ കിടത്തി മാനഭംഗം ചെയ്യപ്പോ ചെയ്തെന്ന് മാത്രമല്ല, ഒരാള് മാനഭംഗം ചെയ്യുമ്പോ മറ്റൊരാളത് ഫേസ്ബുക്കിന്റെ ലൈവിലൂടെ ലോകം മുഴുവനും കാണിച്ചു കൊടുക്കുന്ന പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി പതിച്ചു പോകുമ്പോ നാൽക്കാലികളെ പോലും മനുഷ്യനെ ഒത്തിട്ട് ലജ്ജിച്ച് തലതാറ്റുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതുപോലെ ഉലൈക കല്ലനാ
ബൽഹും അളൽ. ഇവര് നാൽക്കാലികളാണോ? അല്ല, നാൽക്കാലികളെക്കാൾ നാണം കെട്ടവർ. ഏ മനുഷ്യ, സൂറത്ത് മേ ഇൻസാൻ ഹേ, സീറത്ത് മേ ഹയവാൻ ഹേ, ലേക്കിൻ തും നഹീ ഹേ. ലോകം കണ്ടുപിടിച്ച ഷായിറേഹിന്റെ അല്ലാമ ഇഖ്ബാലിന്റെ വാക്ക് മുടങ്ങി കേൾക്കട്ടെ. ഏ മനുഷ്യ, സൂറത്ത് മേ ഇൻസാൻ ഹേ, കണ്ടാൽ നിനക്ക് മനുഷ്യന്റെ രൂപമാണ്. സീറത്ത് മേ ഹയവാൻ ഹേ, നിന്റെ മുഴുവൻ സ്വഭാവവും നാൽക്കാലിയുടെ സ്വഭാവമാണ്. നീ നാൽക്കാലി തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് തുന്നകീഹേ, വാലില്ലെന്ന് മാത്രം. വാലൊടിച്ച് ബാക്കിയെല്ലാം നാൽക്കാലിയുടെ പ്രാകൃത രൂപം കൊണ്ട്. സ്വാമി വിവേകാനന്ദൻ ചോദിച്ചതുപോലെ മനുഷ്യ, ആകാശത്തുകൂടി പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്, ഭൂമിയിലൂടെ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. സ്വാമി വിവേകാനന്ദൻ വാക്കുകൾ മുടങ്ങി കേൾക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഫേസ്ബുക്കിലൂടെ മനുഷ്യന്റെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനം പിച്ചു ചീന്തുമ്പോ അത് ലോകം മുഴുവനും ഫേസ്ബുക്കിലൂടെ ലൈവായി കാണിക്കുന്ന മനുഷ്യൻ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന കാമുകിയെ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ആ കാമുകിയെ കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. വരന്റെയിൽ പ്രണയദിനത്തിന്റെ പ്രണയാചനങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കാമുകിയോട് കാവ്യപല്ലങ്ങൾ കൊണ്ട് സല്ലാപം നടത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളൊരു പെണ്ണിനോട് നമുക്ക് ചാറ്റിങ്ങിലൂടെ ഇഷ്ടമാണ്, ഫേസ്ബുക്കിലൂടെ ഇഷ്ടമാ, ഇതേവരെ നമ്മൾ അവളെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ ആഗ്രഹമേതാ, ഏതെങ്കിലും ഒരു ദിവസം അവളെ ഒന്ന് കാണണം, ആ മുഖകമലത്തിന്റെ സൗന്ദര്യം ഒന്ന് കാണണം. ഇതാണ് പ്രണയമെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അല്ലാഹുവിനെ പ്രണയിച്ചാൽ, പടച്ചറപ്പിനെ പ്രണയിച്ചാൽ, ഇതേവരെ കണ്ടിട്ടില്ലാത്ത റബ്ബ്, ഇതേവരെ നമ്മൾ കാണാത്ത റബ്ബ്, ആ റബ്ബിനെ കാണാൻ ഒരവസരമുണ്ടല്ലോ. നാളെ സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കാഹ് കാണുമ്പോ മൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹു പറയാ, ആർക്കെങ്കിലും പടച്ചറപ്പിന്റെ നിക്കാഹിനെ കാണണോ? ഇതാണ് യഥാർത്ഥ പ്രണയമെന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ വിഭൂതിയിലേക്ക് നമ്മൾ അലിഞ്ഞു ചേർന്നിട്ട് അവന്റെ ജലാലയത്തിന്റെ ദാത്തിനെ കാണുന്ന 14 രാവിലെ പൗർണമി നന്ദൻ ആകാശലോകത്ത് പുഞ്ചിരി പിടിച്ചു നിൽക്കുമ്പോ മദീനയിലൂടെ നടന്നു പോകവേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പത്രേ, എന്റെ പ്രിയപ്പെട്ട സഹാബ, ആകാശലോകത്ത് പുഞ്ചിരി പൊടിക്കുന്ന ചന്ദ്രഗോളത്ത് നിങ്ങൾ കാണുന്നുവോ? കാണുന്നു നബിയേ. എന്നാൽ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14 രാവിലെ പൗർണമി ചന്ദ്രനെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ പടച്ചിറപ്പിന്റെ നിക്കാഹിനെ സ്വർഗത്തിൽ നിങ്ങൾ കണ്ടാനന്ദിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ആദ്യം നമ്മൾ പ്രണയിക്കേണ്ടത് പടച്ചിറപ്പിനെയാ. ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹമാരോടാ, റബ്ബിനോടാ. ഓ അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് ഏറ്റവും വലിയ സ്നേഹമുള്ളവർ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ റബ്ബിനെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.